കടമെടുക്കൽ കരുത്താകുമോ? കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണമായി കേന്ദ്ര അവഗണനയെ അവതരിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ അതിനെതിരെയുള്ള പ്രത്യക്ഷ പ്രതിഷേധത്തിനായി ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ സമരമുഖം തുറക്കുകയാണ്. ഇതേ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകി കാത്തിരിക്കുന്നതിനിടയിലാണ് ആദ്യം സമ്മേളനമായും പിന്നെ സമരമായും രൂപാന്തരപ്പെട്ട തലസ്ഥാന നഗരിയിലെ പ്രതിരോധ പരിപാടികൾ. അടിമുടി ഉപഭോഗ സംസ്ഥാനമായി അടയാളപ്പെട്ട കേരളത്തിലെ സമകാലിക സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണക്കാർ ആരെന്ന ചോദ്യത്തിന് കെടുകാര്യസ്ഥതയും ധൂർത്തുമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുമ്പോൾ കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയെ തന്നെയെന്ന നിലപാടിലുറച്ചാണ് സംസ്ഥാന സർക്കാർ. പക്ഷേ സമരത്തിന് പ്രതിപക്ഷ പിന്തുണയില്ല. 2016 ജൂണിൽ ആദ്യ പിണറായി സർക്കാരിൻ്റെ ധനമന്ത്രിയായി സ്ഥാനമേറ്റ ഡോക്ടർ തോമസ് ഐസക് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ വിശദീകരിച്ചുകൊണ്ടിറക്കിയ ധവളപത്രത്തിൽ 2011 മുതൽ 2016 കേരളത്തിന്റെ പൊതുക്കടം 78,673 കോടി രൂപയിൽ നിന്നും 1,50,000 കോടിയായി ഉയർന്നതായി ചൂണ്ടിക്കാട്ടി. എന്നാൽ 7 കൊല്ലത്തിനപ്പുറം രണ്ടാം പിണറായി സർക്കാർ 2 വർഷം പിന്നിടുമ്പോൾ കേരളത്തിന്റെ പൊതുക്കടം 4 ലക്ഷം കോടിയാണ്. കടവും സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉത്പാദനവും തമ്മിലുള്ള അനുപാതം 38%. ഇത് അയൽ സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ അധികമാണെന്നറിയണം. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന ആശങ്ക തുടരുന്നതിനിടയിലാണ് കേരളീയവും നവകേരള സദസ്സുമൊക്കെയായി സർക്കാർ ദൂർത്ത് നിലവിട്ടാടിയത് എന്നതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. കേരളീയത്തിന്റെ മുഴുവൻ കണക്കുകൾ ഇതുവരെയും വെളിച്ചത്ത് വരാതിരിക്കുന്നതും നവകേരള നിർമ്മിതിയുടെ പൊതു സ്വഭാവത്തെ തന്നെയാണ് പ്രകടമാക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നതിനേക്കാൾ പൊതുധനകാര്യ പ്രതിസന്ധിയാണ് പ്രധാന പ്രശ്നമെന്നാണ് സാമ്പത്തിക വിദഗ്ധനായ KP കണ്ണനെ പോലുള്ളവരുടെ അഭിപ്രായം. ഇത് യഥാർത്ഥത്തിൽ സർക്കാർ സ്പോൺസേഡ് പ്രതിസന്ധിയാണ്. സർക്കാരിൻ്റെ ധനകാര്യ വൈദഗ്ധ്യം ദുർബലമായതിൻ്റെ ബാക്കി പത്രമാണിത്. പ്രത്യക്ഷ ഉത്പാദന പ്രവർത്തനങ്ങളിലൂടെ ആഭ്യന്തര വരവ് അസാധ്യമായ കേരളം പോലുള്ള സംസ്ഥാനത്ത് വരുമാനത്തിൻ്റെ വലിയൊരളവ് നികുതിയിൽ നിന്നാണ്. എന്നാൽ കഴിഞ്ഞ 30 വർഷത്തിലധികമായി കേരളം വരുമാന കമ്മി നേരിടുന്നുണ്ട്. വരവിനേക്കാൾ കൂടുതലാണ് ചെലവ്. നികുതിയും നികുതിതര വരുമാനങ്ങളും പിരിച്ചെടുക്കുന്നതിലുള്ള കുറ്റകരമായ അനാസ്ഥയെ അർഹിക്കുന്ന ഗൗരവത്തോടെ സർക്കാർ ഇനിയും അഭിസംബോധന ചെയ്തിട്ടില്ലെന്നതാണ് വാസ്തവം. സർക്കാർ വരുമാനത്തിൻ്റെ 77% നികുതി നികുതിതര വരുമാനമാണ്. 23% മാത്രമാണ് വായ്പാ വരുമാനം. റവന്യൂ ചെലവ് എപ്പോഴും ഉയർന്നു നിൽക്കുന്നതിനാൽ മൂലധന നിക്ഷേപം നടത്താനാവുന്നില്ല. 3 വർഷം കൊണ്ട് 3 ലക്ഷം കോടിയുടെ സ്വകാര്യ നിക്ഷേപം വഴി ഉൽപാദനം കൂട്ടാനാണ് 2024 മുതൽ 2025 ബഡ്ജറ്റ് നിർദ്ദേശം. അപ്പോഴും ധനകാര്യ തകർച്ചയെ നേരിടാൻ ശക്തമായ തീരുമാനങ്ങളൊന്നും ബഡ്ജറ്റിലില്ല. അധിക വിഭവ സമാഹരണമായി പറഞ്ഞത് വെറും 1074 കോടി മാത്രമാണ്. പുറം പണം ഉൾപ്പെടുത്താതെയുള്ള നമ്മുടെ ആഭ്യന്തര വരുമാനം 10 ലക്ഷം കോടി രൂപയാണെന്നിരിക്കെ അതിൻ്റെ 4% എന്നാൽ 40,000 കോടി രൂപയാണ്. 2022 മുതൽ 23 കാലഘട്ടത്തിലെ ബഡ്ജറ്റ് കടമെടുപ്പ് നിർദ്ദേശം 39,926 കോടിയുടേതായിരിക്കെ തനത് നികുതി വരുമാനത്തിൽ 4% വർധനമുണ്ടായാൽ പോലും കടമില്ലാതെ മുന്നോട്ടു പോകാമെന്ന യാഥാർത്ഥ്യത്തെ സർക്കാർ എന്തുകൊണ്ട് ഗൗരവമായി എടുക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. സാമ്പത്തിക വിദഗ്ധരുടെ ഇത്തരം കണക്കുകൾ കാര്യം പറയുമ്പോൾ ക്യാപ്സ്യൂളുകൾ നൽകുന്ന കഥകൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവർ സർക്കാർ ചെയ്യേണ്ട ജോലിയെക്കുറിച്ച് മൗനം പാലിക്കുക സ്വാഭാവികം. കേന്ദ്ര അവഗണനയെ പ്രതിരോധിക്കുമ്പോൾ തന്നെ നിർവഹിക്കപ്പെടാതെ പോകുന്ന കടമകളും പ്രധാനപ്പെട്ടതല്ലേ? നികുതി വരവിലെ ശോഷണത്തിന് പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് 2 കാര്യങ്ങളാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഭീമമായ കുടിശ്ശികയും വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പും. 2023 മേയിൽ GST ഇന്റലിജൻസ് 3 ജില്ലകളിലെ 33 സ്വർണ്ണാഭരണശാലകളിൽ നിന്ന് മാത്രമായി നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് 1000 കോടി രൂപയിലേറെയുള്ള നികുതി വെട്ടിപ്പാണ്. അരവിന്ദ് പനഗാരിയെ അധ്യക്ഷനായി 16-ാം ധനകാര്യ കമ്മീഷൻ കേന്ദ്ര സർക്കാർ ഈയിടെ പുനർസംഘടിപ്പിച്ചു. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം നിശ്ചയിക്കലാണ് കമ്മീഷന്റെ പ്രധാന ദൗത്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും ജനസംഖ്യാ നിയന്ത്രണത്തിലും നല്ല പ്രകടനം നടത്തിയ കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ അക്കാരണങ്ങളിൽ തന്നെ അർഹതപ്പെട്ടത് നൽകാതെ അവഗണിക്കുന്നത് ഒട്ടും ശരിയല്ലെന്ന് മാത്രമല്ല അത് വിപരീത സന്ദേശം നൽകലുമാണ്.
അധിക വിഭവ സമാഹരണത്തിനുള്ള സമഗ്ര പരിപാടികളുമായി ഇച്ഛാശക്തിയോടെ മുന്നോട്ടു പോവുകയെന്ന വലിയ വെല്ലുവിളിയെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമോ എന്നതിനെ ആശ്രയിച്ചു തന്നെയാണ് അതിൻ്റെ സാമ്പത്തികായുസ്സും അതിജീവനവും. കടമെടുപ്പ് പരിധിയെ വിപുലീകരിക്കുകയെന്ന പതിവ് പരിപാടിയിലൂന്നിയാണ് ഇനിയും സാമ്പത്തിക ആസൂത്രണമെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയും പരിധി വിടുമെന്നോർക്കണം. സമാന പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന മറ്റു സംസ്ഥാനങ്ങളെ ഒന്നിച്ചുകൂട്ടി ഒരുമിച്ചുള്ള പ്രതിരോധത്തിനാകണം ശ്രമം. സമകാലിക പ്രതിസന്ധിയെ രാഷ്ട്രീയ മുദ്രാവാക്യമാക്കുന്നതിനപ്പുറം വികസിത കേരളത്തിനായുള്ള വിശദമായ പദ്ധതികളുടെ ആസൂത്രണവും അവലോകനവുമായി കേന്ദ്രത്തെ സമീപിക്കുമെങ്കിൽ ആനുകൂല്യങ്ങളെക്കുറിച്ചല്ല, അവകാശങ്ങളെക്കുറിച്ച് തന്നെ ആധികാരികമായി സംസാരിക്കാം. തന്നതിൻ്റെ കണക്കെവിടെ എന്ന് കേന്ദ്രം ചോദിക്കുമ്പോൾ മോദിയുടെ പടമുള്ള പദ്ധതിയാണെങ്കിൽ വേണ്ടെന്ന മറുപടിയുമായി സമാന്തര സ്വഭാവത്തോടെ സഞ്ചരിക്കാനാണ് ഇരു കൂട്ടരുടെയും ഭാവമെങ്കിൽ നഷ്ടമാകുന്നത് കേരളമാണ്, കഷ്ടപ്പെടുന്നത് ജനങ്ങളും. മറക്കരുത്.